നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ അടുത്തുള്ള സഹകരണ ബാങ്കുകളിൽ ജോലി നേടാം. കേരള സംസ്ഥാന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് വീണ്ടും ജൂനിയർ ക്ലാർക്ക്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ടൈപ്പിസ്റ്റ്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, മാനേജർ, അസിസ്റ്റൻറ്റ് സെക്രട്ടറി തുടങ്ങിയ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിലെ 14 ജില്ലകളിലെയും സഹകരണ ബാങ്കുകളിൽ ഒഴിവുകളുണ്ട്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി, ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ പരിശോധിച്ച ശേഷം അപേക്ഷിക്കുക. നിങ്ങളുടെ തൊട്ടടുത്തുള്ള സഹകരണ ബാങ്കുകളിലും ഒഴിവുകൾ ഉണ്ടായേക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ജോലി സംബന്ധമായ വാർത്തകൾ ഏറ്റവും ആദ്യം നിങ്ങളിലെത്താൻ ഇത് സഹായകരമാകും. വേക്കൻസി ഡീറ്റെയിൽസ്. കേരള സംസ്ഥാന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് 289 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. തസ്തികയുടെ പേര് സെക്രട്ടറി, ഒഴിവുകൾ 3, അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഒഴിവുകൾ 7, ജൂനിയർ ക്ലർക്ക് ഒഴിവുകൾ 262, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഒഴിവുകൾ 1, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവുകൾ 7, ടൈപ്പിസ്റ്റ് 1 ഒഴിവ്. കാറ്റഗറി നമ്പർ. തസ്തികയുടെ പേര് സെക്രട്ടറി, കാറ്റഗറി നമ്പർ 11/2024, അസിസ്റ്റൻറ്റ് സെക്രട്ടറി 12/2024, ജൂനിയർ ക്ലർക്ക് 13/2024, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 14/2024, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 15/2024, ടൈപ്പിസ്റ്റ് 16/2024. ഏജ് ലിമിറ്റ് 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവ് ലഭിക്കും. കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന വ്യക്തികൾക്ക് അവരുടെ അപ്രകാരമുള്ള മുതിർന്ന അംഗം മറ്റ് മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട അവരുടെ കുട്ടികൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവ് ലഭിക്കും. മറ്റ് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും വിമുക്ത ഭടന്മാർക്കും 3 വർഷത്തെ ഇളവ് ലഭിക്കും. വികലാംഗർക്ക് 10 വർഷത്തെ ഇളവും വിധവകൾക്ക് 5 വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ: 1. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്, ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം. 2. ജൂനിയർ ക്ലാർക്ക് ആൻഡ് കാഷ്യർ ക്വാളിഫിക്കേഷൻ, 10ാം ക്ലാസ് അഥവാ തത്തുല്യ യോഗ്യത, സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ്, ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ. അടിസ്ഥാന യോഗ്യത ആയിരിക്കും. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് JDC, കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ JDC തുല്യമായ അടിസ്ഥാന യോഗ്യതയായിരിക്കും. കൂടാതെ സഹകരണം ഐച്ഛിക വിഷയമായി എടുത്ത് BCom ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും, സഹകരണ ഹയർ ഡിപ്ലോമ, കേരള സംസ്ഥാന സഹകരണ യൂണിയനിൻ്റെ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC
അല്ലെങ്കിൽ HDC-CM, അല്ലെങ്കിൽ വിജയകരമായി പൂർത്തീകരിച്ച സബോർഡിനേറ്റ് പേഴ്സൺ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ, അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ BSc ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. 3. അസിസ്റ്റൻറ്റ് സെക്രട്ടറി ക്വാളിഫിക്കേഷൻ. എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാല ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC അല്ലെങ്കിൽ HDC&BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ സബോർഡിനേറ്റ് പേഴ്സൺ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും BSc MSc അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐച്ഛികം ആയിട്ടുള്ളതുമായ എല്ലാ വിഷയങ്ങളും ചേർത്ത് 50% മാർക്കിൽ കുറയാത്ത BCom ബിരുദം. 4. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ക്വാളിഫിക്കേഷൻ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ ഏതെങ്കിലും വിഷയത്തിന് ഡിഗ്രി, MCA&MSc. 3 വർഷത്തെ പ്രവൃത്തി പരിചയം അനിവാര്യമാണ്. 5. സെക്രട്ടറി ക്വാളിഫിക്കേഷൻ. HDC&BMൽ ബിരുദം, അക്കൗണ്ടൻ്റായി 7 വർഷത്തെ പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ അതിനു മുകളിലുള്ള തസ്തികയിൽ. 2. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അക്കൗണ്ടൻ്റായി 5 വർഷത്തെ പ്രവൃത്തി പരിചയമോ അതിനു മുകളിലോ സഹകരണ ബാങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദം, അല്ലെങ്കിൽ ഫിനാൻസ് പ്രധാന വിഷയമായി MCom അല്ലെങ്കിൽ ബാങ്കിംഗ് മേഖലയിൽ 3 വർഷത്തെ പരിചയവും സഹകരണ യോഗ്യതയും ഉള്ള ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരിൽ അംഗത്വം, അല്ലെങ്കിൽ BCom സഹകരണം, അക്കൗണ്ടൻ്റായി 7 വർഷത്തെ പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ അതിനു മുകളിലുള്ള തസ്തികയും. ടൈപ്പിസ്റ്റ്, ജൂനിയർ ടൈപ്പിസ്റ്റ് യോഗ്യത 10ാം ക്ലാസ് അഥവാ തത്തുല്യ യോഗ്യത, KGTE ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ. സാലറി ഡീറ്റെയിൽസ്. കേരള സംസ്ഥാന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് റിക്രൂട്ട്മെൻറ്റ് വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് പ്രതിമാസം സെക്രട്ടറിക്ക് 23,300 രൂപ തൊട്ട് 69,000 രൂപ വരെയും, അസിസ്റ്റൻറ്റ് സെക്രട്ടറിക്ക് 16,000 തൊട്ട് 66,000 രൂപ വരെയും, ജൂനിയർ ക്ലർക്കിന് 9,000 തൊട്ട് 51,000 രൂപ വരെയും, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് 24,000 തൊട്ട് 68,000 രൂപ വരെയും, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് 17,000 തൊട്ട് 46,000 രൂപ വരെയും, ടൈപ്പിസ്റ്റിന് 18,000 തൊട്ട് 46,000 രൂപ വരെ ശമ്പളമായി ലഭിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പല ബാങ്കുകളിലും ഓരോ തസ്തികയിലേക്കും വ്യത്യസ്തമായ ശമ്പളമാണ് നൽകുന്നത്. ഈ പറഞ്ഞത് ഒരു സൂചകമായി മാത്രം കണക്കാക്കുക. സെലക്ഷൻ. കേരള സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് അനുസരിച്ചായിരിക്കും തിരഞ്ഞെടുപ്പ്. ആപ്ലിക്കേഷൻ ഫീ. പൊതുവിഭാഗക്കാർക്ക് വയസ്സിളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് 180 രൂപയാണ് അപേക്ഷാ ഫീസ്. തുടർന്നുള്ള ഓരോ ബാങ്കിങ്ങിനും 50 രൂപ അധികമായി പരീക്ഷാ ഫീസ് അടയ്ക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 50 രൂപ മതി. ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ വഴി അപേക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ്. എങ്ങനെ അപേക്ഷിക്കാം? ഉദ്യോഗാർത്ഥികൾ ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ പോസ്റ്റിൽ വന്നിരിക്കുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ മുഴുവനായി വായിച്ച് തനിക്ക് അതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. കേരള കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ പരീക്ഷയ്ക്ക് ആദ്യമായി അപേക്ഷിക്കുന്നവർ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചും മറ്റുള്ളവർ അവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഒഴിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായ ജില്ല തിരഞ്ഞെടുത്ത് അടുത്തുള്ള ബാങ്കിലേക്ക് അപേക്ഷിക്കുക.
അപേക്ഷകൾ 2025 ജനുവരി 10 മണി വരെ സ്വീകരിക്കും. ജനുവരി 10 വരെ സ്വീകരിക്കും. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപേക്ഷകൾ 2025 ജനുവരി 10 വരെ സ്വീകരിക്കും. ഒരു പരിചയവും ആവശ്യമില്ല. നാളികേര വികസന ബോർഡിൽ ജോലി നേടാം. കർഷകരുടെ വയലുകളിൽ ഡെമോൺസ്ട്രേഷൻ ഫ്ലോട്ടുകൾ സ്ഥാപിക്കൽ ബോർഡിൻ്റെ സ്കീം നേരിട്ട് നടപ്പിലാക്കുന്നതിൻ്റെ ബന്ധപ്പെട്ട് ഇനി പറയാൻ പോകുന്ന ജില്ലകളിൽ ഹോർട്ടിക്കൾച്ചർ അസിസ്റ്റൻ്റുമാരെ നിയമിക്കുന്നു. ഇൻ്റർവ്യൂ മുഖേനയാണ് നിയമനം. ക്വാളിഫിക്കേഷൻ VHSC അഗ്രി, ലൈഫ് സയൻസോടുകൂടിയ ഹയർ സെക്കൻഡറി കോഴ്സ് അല്ലെങ്കിൽ തത്തുല്യമാണ് നിർദ്ദേശിച്ചിരിക്കുന്ന കുറഞ്ഞ യോഗ്യത. സാലറി തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസ പ്രതിഫലം 15,000 രൂപ ലഭിക്കും. യോഗ്യരും താൽപ്പര്യമുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ബയോഡേറ്റയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സഹിതം അഭിമുഖത്തിന് പങ്കെടുക്കാം. സ്ക്രീനിൽ നൽകിയിരിക്കുന്നത് പോലെയായിരിക്കും അഭിമുഖത്തിന് പങ്കെടുക്കേണ്ട ലിസ്റ്റ്. അപ്ലൈ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.